നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ക്ഷീര കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി മരിച്ചത് കുഞ്ഞുണ്ടൻ നായർ. സമീപത്ത് പശുവും ഷോക്കേറ്റ് ചത്ത നിലയിൽ. പത്തനംതിട്ട നെല്ലിക്കലിൽ വെള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ ഒരാളെ ഇനിയും കണ്ടെത്താനായില്ല. കാണാതായത് തിരുവല്ല സ്വദേശി ദേവ് ശങ്കറിനെ. ഇന്നലെ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. എടപ്പാൾ ഐനിച്ചിറയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അപകടത്തിൽ പരിക്കേറ്റയാൾ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. ആരോപണം മുക്കം KMCT ആശുപത്രിക്കെതിരെ. മരിച്ചത് തെരിയമ്പലം സ്വദേശി കാഞ്ഞിരൻ ബഷീർ. ആശുപത്രിക്ക് മുന്നിൽ സംഘർഷം. ചാത്തൻപാറയിൽ കൊക്കയിൽ വീണ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുല്ലിൽ പിടിച്ചു നിന്ന വിഷ്ണുവിനെ രക്ഷിച്ചത് ഫയർഫോഴ്സ്. സാരമായി പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ. വട്ടപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പിറകിലിടിച്ച് അപകടം. തൃപ്പൂണിത്തുറ ഏരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. തകർന്നത് ഗവൺമെന്റ് KMUP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടം. വൻ അപകടം ഒഴിവായത് സ്കൂൾ അവധിയായതിനാൽ. കോഴിക്കോട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഹാൻസ് ഉൾപ്പെടെ കണ്ടെടുത്തത് നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന്. ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചത് 20ഓളം പ്ലാസ്റ്റിക് ചാക്കുകളിലായി. വിശദമായി നോക്കാം. കാസർഗോഡ് കോളിയടുക്കം വയലാംകുഴിയിൽ പശുവിനെ മേയ്ക്കാൻ പോയ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. ക്ഷീര കർഷകനായ വയലാംകുഴിയിലെ മേലത്ത് കുഞ്ഞുണ്ടൻ നായരാണ് മരിച്ചത്. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. ചെമ്മനാട് കോളിയടുക്കം വയലാംകുഴി പഞ്ചിലാക്കൽ വയലിലായിരുന്നു സംഭവം. പശുവിനെയും ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മൂന്നാമത്തെയാൾക്കായി തിരച്ചിൽ തുടരുന്നു. തിരുവല്ല സ്വദേശി ദേവ് ശങ്കറിനെയാണ് കാണാതായത്. മറ്റ് 2 പേരുടെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തിയിരുന്നു. ശശിനാരായണൻ ചേരുന്നു. ശശി, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 2 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി. മൂന്നാമത്തെയാൾ ദേവ് ശങ്കറിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? ഭവ്യ, തീർച്ചയായും ഇന്നലെ മുതലുള്ള തിരച്ചിൽ ഇപ്പോഴും ഫയർഫോഴ്സ് സംഘം തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ദേവശങ്കറും ഒപ്പം മിഥുൻ, രാഹുൽ എന്നിവർ ഫൈബർ വള്ളത്തിൽ മീൻ പിടിക്കാനായി കോയിപ്പുറത്തെ നെല്ലിക്കൽ പാടശേഖരത്ത് വന്നത്. അവിടെ വെച്ച് വള്ളം മറിഞ്ഞതിന് ശേഷമാണ് 3 പേരും വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. 2 പേരുടെ മൃതദേഹം ഇന്നലെ തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ കണ്ടെടുക്കുകയും ചെയ്തത്. മിഥുന്റെയും രാഹുലിന്റെയും മൃതദേഹം ഇന്നലെ തന്നെ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയിരുന്നു. അതേസമയം ഈ ദേവശങ്കറിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മുതൽ രാത്രിയിലൊക്കെ വലിയ രീതിയിൽ നാട്ടുകാരും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തിയെങ്കിലും വലിയ വിശാലമായ പാടശേഖരമാണ്, പുല്ല് ഉള്ള മേഖലയാണ്. ഒപ്പം വലിയ കുഴികളും പല പ്രദേശങ്ങളിലുണ്ട്. പമ്പയാറിന്റെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു സൈഡിൽ കൂടാണ് ഈ പാടശേഖരം. അതുകൊണ്ട് തന്നെ പമ്പയാറിലെ ജലം പാടശേഖരത്തിൽ മഴ സമയത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴമുള്ള പ്രദേശങ്ങളുണ്ട്. കാടും പടലും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് ഈ തെരച്ചിൽ വളരെ അതീവ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി വൈകിയും ഫയർഫോഴ്സ് തെരച്ചിൽ നിർത്തിവെച്ചതിന് ശേഷം ഇന്ന് രാവിലെ വീണ്ടും ദേവശങ്കറിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെയും മൃതദേഹം ദേവശങ്കറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഫയർഫോഴ്സും ഒപ്പം പോലീസും നാട്ടുകാരും പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടപ്പാൾ ഐനിച്ചിറയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാത്ത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിന്റെ മൃതദേഹമാണ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ ഐനിച്ചിറ നൂറടിത്തോട്ടിൽ നീന്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചയാൾ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയുമായി ബന്ധുക്കൾ. കോഴിക്കോട് മുക്കം KMCT ആശുപത്രിക്കെതിരെയാണ് ആരോപണം. ഓട്ടോറിക്ഷ പിന്നോട്ടെടുത്തപ്പോൾ കാലിൽ തട്ടി പരിക്കേറ്റ കൊണ്ടോട്ടി പുളിക്കൽ തെരിയമ്പലം സ്വദേശി കാഞ്ഞിരൻ ബഷീറാണ് മരിച്ചത്. പരാതിയിൽ കഴമ്പില്ലെന്നും അതീവ ഗുരുതരമായ നിലയിലാണ് ബഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ആശുപത്രിക്ക് മുൻപിൽ നേരിയ സംഘർഷവുമുണ്ടായി. ഇത് സംഭവിച്ച് കറക്റ്റ് എന്താ വെച്ചാല് 5:30 മണിക്കാണ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുകൂടെ വരുന്നത്. ഒരു ഓട്ടോ റിവേഴ്സ് വന്നിട്ട് കാലിൽ തട്ടി 5:30 മണി കറക്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി. ആ ഓട്ടോ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നത് പേഷ്യന്റിനെ കാഷ്വാലിറ്റി മുന്നിലെത്തി. കാഷ്വാലിറ്റിന്റെ ഉള്ളിലേക്ക് പേഷ്യന്റ് ചാടി കൊക്കി ചാടി തന്നെ ഉള്ളിലേക്ക് പോണേ. ആ പോണ സമയത്ത് കാലിന്റെ ഇവിടെ തുടന്റെ വേദന ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി. നമ്മൾ പുറത്താണ്. ഉള്ളിൽ കൊണ്ടുപോയ ശേഷം എക്സ്റേ എടുക്കണം. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് സംശയം ഉണ്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കുന്നത് എക്സ്റേ ഫിലിം ഇതാണ് 9:30 മണിക്കാണ് ഒരു എക്സ്റേ എടുക്കുന്നത്.
9:30 മണിക്ക് എക്സ്റേ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പോർട്ടബിൾ എക്സ്റേ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവൻ എടുക്കാൻ ഞാൻ എക്സ്റേ എടുത്ത് 9:30 മണിക്ക് എക്സ്റേ എടുത്തപ്പോൾ ഓര് പറഞ്ഞ് 2-3 ഫ്രാക്ചർ ഉണ്ട് ഉള്ളിൽ, പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടി നോക്കട്ടെ തന്നെ. അപ്പോഴൊക്കെ നമ്മൾ ഇവരോട് വന്നപ്പോൾ ഓരോട് പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും സീരിയസ് ആണ് ഞങ്ങൾ ബേബിക്കോ മിംസൊക്കെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഓര് നമ്മളോട് ഒന്നും പറയണില്ല, നോക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാഫ് വന്നത് ഇന്ന് സൺഡേ ഉണ്ട്, ആകെ ഒരു ഡോക്ടർ ഉള്ളൂ. ആ ഡോക്ടർ എല്ലാവരും നോക്കിയിട്ട് വേണം. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പൊ നോക്കട്ടെ പറഞ്ഞ് ഓല് ആ റൂമിലിട്ടിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഓല് എല്ലാവരും ഫോണിൽ കളിച്ചു വെച്ചിട്ട് ആ രോഗി നിന്ന് പെടിയാണ്. അപ്പൊ പൾസ് ഡൗൺ ആണ്, BP പ്രഷർ കുറവാന്നൊക്കെ പറഞ്ഞ്. എന്നാൽ നമ്മൾ അപ്പോഴും ഓലോട് പറയണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പേഷ്യന്റിനെ, നമുക്ക് തന്നാൽ മതി. ഒരു വിവരം നമുക്ക് തരില്ല, നമ്മൾ ഉള്ളിൽ കയറാൻ അയക്കില്ല. 9:30 മണിക്ക് എക്സ്റേ എടുത്ത് 2-3 ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് 9:45-10 പൾസ് ഇല്ല. നമ്മൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു CPR കൊടുക്കുക. അപ്പോൾ രോഗി മരിച്ചും ചെയ്ത്. ഇത് നമ്മോട് 5:30 മണിക്ക് ഇവിടെ എത്തിയിട്ട് രാത്രി 10 മണിക്ക് രോഗി മരിക്കണേ. 5:30 മണിക്ക് എത്തിയ രോഗിന്റെ ഒരു എക്സ്റേ എടുക്കാൻ അവർക്ക് ടൈം 9:30 മണിയായി. ഇടുക്കി വാഗമണിന് സമീപം ചാത്തൻപാറയിൽ കൊക്കയിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി വിഷ്ണുവിനെയാണ് രക്ഷിച്ചത്. അധികം താഴ്ചയിലേക്ക് പതിക്കുന്നതിന് മുൻപ് യുവാവ് പുല്ലിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത്. സാരമായി പരിക്കേറ്റ വിഷ്ണുവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം സ്വദേശിയായ റിട്ടയർഡ് KCB എഞ്ചിനീയർ ഇതേയിടത്ത് വീണ് മരിച്ചിരുന്നു. മലപ്പുറം വട്ടപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പിറകിലിടിച്ച് അപകടം. നിർമ്മാണം നടക്കുന്ന വട്ടപ്പാറ വയഡക്ട് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴക്കുല കയറ്റി വന്ന ലോറിക്ക് പിന്നിൽ കാർ ഇടിക്കുകയായിരുന്നു. നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. തൃപ്പൂണിത്തുറ ഏരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഗവൺമെന്റ് KMUP സ്കൂളിലെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത്. സ്കൂൾ അവധിയായതിനാൽ അപകടം ഒഴിവായി. 2 വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കാറില്ലായിരുന്നു. തിരുവനന്തപുരം വിതുര തലത്തൂതക്കാവ് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങി. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. മേഖലയിലെ കിടങ്ങുകളുടെ നിർമ്മാണം വൈകുന്നതാണ് ആനകൾ കൂട്ടമായി എത്താൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പെണ്ണുങ്ങപ്പാറ മേഖലയിലും ആനശല്യം രൂക്ഷമാണ്. പത്തില തോരൻ മുതൽ മുളയരി പായസം വരെയുള്ള 12 കൂട്ടം കർക്കിടക വിഭവങ്ങൾ ഒരുക്കിയ വീട്ടമ്മമാരെ പരിചയപ്പെടാം. കൊട്ടാരക്കര പേരുംകുളം ശ്രീഭദ്ര തിരുവാതിര സംഘമാണ് കർക്കിടക ഫെസ്റ്റ് ഒരുക്കിയത്. പഴമയുടെ രുചി വിഭവങ്ങൾ കുട്ടികൾക്കും വേറിട്ട അനുഭവമായി. കൊട്ടാരക്കരയിൽ നിന്നും S വിനീഷിന്റെ റിപ്പോർട്ട്. കർക്കിടക നാളുകളിൽ പഴമക്കാർ കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു സംഘം വനിതകൾ ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തുകയാണ്. കർക്കിടക ഫെസ്റ്റാണ് ഇതിന്റെ പേര്. നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നതൊക്കെ. ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളിവിടെ തയ്യാറ്? ഞങ്ങള് മുള്ളയരി പായസം, ഞവരേര കഞ്ഞി, പത്തേല തോരൻ, പുഴുക്ക്, പിന്നെ ചീനി പുഴുങ്ങിയത്, പിന്നെ അച്ചാർ. ഞങ്ങളൊരു തിരുവാതിര ടീമാണ്. തിരുവാതിര മാത്രമല്ല, കുറച്ച് വേറെ ഡാൻസും അങ്ങനെ കുറേ ടീമാണ്. അപ്പോൾ ഒരു 15 സ്റ്റേജോളം ഏകദേശം ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ഞങ്ങളുടെ വീട്ടിൽ കൂടും. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു വനിതാ കൂട്ടായ്മയുടെ ഒരു ഉണ്ണിയപ്പം കഴിക്കുകയും അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ഒരു സംരംഭം തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കർക്കിടക മാസമല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ പോലെ അതുപോലെ ഒരു കർക്കിടക ഫെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ പറയുന്ന വിഭവങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇവർക്ക് പരിചയമല്ല. ഞങ്ങൾക്ക് പോലും പല കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ പഠിച്ച്, അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസം, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഒപ്പം നാട്ടുകാർക്കും അറിയാം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പുതിയൊരു സംരംഭത്തിൽ, ഈ കർക്കിടക ഫെസ്റ്റിലൂടെ പുതിയൊരു സംരംഭത്തിലേക്ക് പോകാം. അതെ, കുറെ വിഭവങ്ങളൊക്കെ നാടനാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ല. കാരണം കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ടായാലും പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ഈ കർക്കിടക കഞ്ഞി അതിന്റെ കൂട്ടൊക്കെ കൃത്യമാവണമല്ലോ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ചേരുവകൾ കൃത്യമാവാൻ വേണ്ടി അതിന് ഹെൽപ്പിന് ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ സ്വയം 2 ദിവസം കൊണ്ട് എല്ലാം അടുക്കും ചിട്ടയായിട്ട് വന്ന് ഇന്നത്തേക്ക് എല്ലാം 2 ദിവസം കൊണ്ടുണ്ടായ ഒരു പ്ലാൻ. എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചത്? എങ്ങനെയാണ്? ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളുണ്ട്, പിന്നെ ഞങ്ങളുമായിട്ട് കൂട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരിലൂടെ എല്ലാം ഞങ്ങൾ പൊതുജനങ്ങളിലോട്ട് എത്തിച്ചു. ഇത് ഞങ്ങൾ തിരുവാതിര മാത്രമല്ല, എൻ്റെ കൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കുവാണ്. ഇത് വിജയകരമായി ഇപ്പം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തുടർന്നും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. 10 പ്ലാനുണ്ട്, അതിനുള്ള പ്ലാനുണ്ട്.
അതിന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നു. മാക്സിമം ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റി എന്നൊരു ഒരു സന്തോഷമുണ്ട് നമുക്ക്. ഒരു ഉണ്ണിയപ്പത്തിൽ നിന്ന് വന്നേ, ആ ഉണ്ണിയപ്പം കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്വന്തം അനിത ചേച്ചിയാ. അവിടെ അനിത ചേച്ചി അതിനെ കുറിച്ച് പറഞ്ഞു, നമുക്കും തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു ചിന്ത വന്നത്. അങ്ങനെയാണ് ഇത്രയും എത്തിയത്. നമുക്കിനി ഈ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്തൊക്കെയാണ് ഇത് 10 ഇല തോരൻ, 10 ഔഷധ സസ്യങ്ങൾ ചേർന്ന തോരൻ. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് മത്തയില, ചീരയിലയുടെ പല ചീരയിലയുണ്ട്, പിന്നെ കോലിന്റെ ഇലയുണ്ട്, തഴുതാമ, അങ്ങനെ തുടങ്ങിയ ഇലകളുടെ 10 ഇലകളുടെ തോരൻ. മുരിങ്ങയില ഒഴിച്ചു മറ്റ് ഔഷധ സസ്യങ്ങളുടെ തോരൻ. ഇത് മുളേരി പായസം, ഇത് ഞവരേര കഞ്ഞി, ഇത് പിന്നെ നമ്മുടെ പുഴുക്ക്, നാടൻ പുഴുക്ക് ഐറ്റംസ്. മുളേരി പായസവും ഔഷധക്കഞ്ഞിയും 10 ഇല തോരനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കെങ്കേമമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫെസ്റ്റ്. ഒരുപാട് സംരംഭങ്ങൾ ഇനി ചെയ്യാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വെള്ളയിൽ കസ്റ്റംസ് റോഡിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നാണ് 20ഓളം പ്ലാസ്റ്റിക് ചാക്ക് കെട്ടുകളിലായി ഹാൻഡ്സ് ഉൾപ്പെടെയുള്ളവ പിടികൂടിയത്. കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശിയായ അബ്ദുൽ ഖാദറിന്റേതാണ് വാഹനം. ഐശ്വര്യ സമൃദ്ധിയുടെ നിറപുത്തരി ആഘോഷത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ബുധനാഴ്ച പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് അയ്യപ്പ സന്നിധിയിൽ നെൽക്കതിർ പൂജിക്കുന്ന നിറപുത്തിരി ചടങ്ങ്. തന്ത്രി കണ്ഠരര് രാജീവര്, തന്ത്രി ബ്രഹ്മദത്തൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നെൽക്കതിരുകൾ കിഴക്കേ മണ്ഡപത്തിൽ പൂജിക്കും. തുടർന്ന് ശ്രീകോവിലിനുള്ളിൽ പൂജ നടക്കും. 30-ന് രാത്രി 10-ന് നടയടയ്ക്കും. കൊല്ലം പുത്തൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ വീട്ടമ്മയെ 3 വയസ്സുകാരിയും തെരുവ് നായ ആക്രമിച്ചു. കുട്ടിയെടുത്ത് ഉയർത്തിയതോടെ 59കാരി വസന്തയുടെ കാലിൽ നായ കടിക്കുകയായിരുന്നു. പുത്തൂർ കരിമ്പിൻ പുഴ പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വീട്ടമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. വസന്തയും ചെറുമകൾ ആധ്യാത്മികയും ആയിരവല്ലി ശിവക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് തെരുവ് നായ ആക്രമിച്ചത്. ആക്രമിക്കാൻ തുടങ്ങിയതോടെ വസന്ത കുട്ടിയെ എടുത്തുയർത്തി. തുടർന്ന് തെരുവ് നായ വസന്തയുടെ വലതുകാലിൽ കടിക്കുകയായിരുന്നു. കുടവച്ച് നായയെ പ്രതിരോധിച്ചതായും വസന്ത പറയുന്നു. കുഞ്ഞിന്റെ പാവാടയില് പിടിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പട്ടിയ. അവിടുന്ന് ഞാൻ കുഞ്ഞിനെ അണച്ചിഞ്ഞ് പിടിച്ചപ്പോഴത്തേന് പട്ടി വന്ന് എൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു കുടയിരുന്നു. അപ്പോൾ ഒരു കയ്യിൽ ഈ കുഞ്ഞ്, ഒരു കയ്യിൽ കുട ഇങ്ങനെ എടുത്ത് അടിച്ചപ്പോഴത്തേനും പട്ടി എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ കുടയിലങ്ങ് വലിക്കുമോ, ഞാനും ഇങ്ങനെ അങ്ങോട്ട് കവന്ന പട്ടി ഇങ്ങനെ മോന്തയ്ക്ക് കടിക്കുമോ എന്നുള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ പിടിച്ച് മാറ്റി ഞാൻ പട്ടി പിടിക്കുന്ന കണ്ടുകൊണ്ട് അപ്പുറത്തെ ആ പയ്യൻ ഓടി വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വിളിച്ചു പോയി. കുഞ്ഞിനെ രക്ഷിക്കണ്ടേ, അങ്ങനെ വിളിച്ചു പോയി ഉടനെ പട്ടി ആ പയ്യൻ ഓടി വന്ന് അടിച്ചു മാറ്റിയത്. നാട്ടുകാരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വസന്തയ്ക്ക് അലർജി ഉണ്ടായിരുന്നതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിൽ പ്രതിരോധ മരുന്നുകളില്ലെന്നും പ്രദേശത്ത് ABC പ്രവർത്തനം നടപ്പിലായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ 4 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈക്കൊണ്ടായ ചൊറിച്ചിൽ, ആ ചൊറിച്ചിലേതോ അലർജി ആകാനാണ് സാധ്യത. അതിന് മെഡിസിൻ്റെ അലർജി ഉണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുന്നതിനുള്ള മരുന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇല്ലായിരുന്നു. അത് MLA ശ്രദ്ധയിൽപ്പെടുത്തി, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ശ്രദ്ധയിൽപ്പെടുത്തി നാളെ. അങ്ങനെ പട്ടിയടിയേറ്റോ അല്ലെങ്കിൽ മറ്റു വിഷാംശമൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നവർക്ക് എന്തെങ്കിലും ഒരു അലർജി പോലെ ഉണ്ടായാൽ അതിന് പ്രതിമരുന്ന് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. അതെ, അവർ റെഫർ ചെയ്ത് വിടുക. അത് അത്യാവശ്യം വേണ്ടുന്നതല്ലേ. ഞാനും നേരത്തെ കൊട്ടാരക്കര താലൂക്ക് വികസന സമിതിയിലെ അംഗമായിരുന്നു. ഇപ്പം ഞാൻ ഇല്ല. പക്ഷെ അത് എന്തുപോലെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കും MLA കൊണ്ട്. ഇരുവരെയും ആക്രമിച്ച് തെരുവുനായ പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയും നിരവധി വളർത്തുമൃഗങ്ങളെ കടിക്കുകയും ചെയ്തു. തെരുവുനായ ശല്യത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. മലബാർ റിവർ ഫെസ്റ്റിന്റെ 11ാമത് എഡിഷന്റെ ഭാഗമായി ചാലിപ്പുഴയിൽ കയാക്കിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മലയാളി കുഞ്ഞുങ്ങൾ തിളങ്ങി. എറണാകുളം ജില്ലയിലെ താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ 12 വയസ്സുകാരി ഡോണ മർസലയും 10 വയസ്സുകാരനായ റയാനും ബോട്ടർ ക്രോസ് വിഭാഗത്തിൽ മത്സരിച്ച 2 പേരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പുലിക്കയത്ത് തുടക്കമായപ്പോൾ ആദ്യ ദിനത്തിൽ കയ്യടി നേടിയത് ഒരേ കുടുംബത്തിലെ 2 കുഞ്ഞു കയാക്കർമാരാണ്. എറണാകുളം താമരച്ചാൽ സ്വദേശി ജോർജ് ഫെലിക്സ്, പ്രിയ എന്നിവരുടെ 2 മക്കളായ
10 വയസ്സുകാരൻ റയാൻ, 12 വയസ്സുകാരി ഡോണ എന്നിവരാണ് കയാക്കിങ്ങിൽ തിളങ്ങിയത്. രാവിലെ മത്സരത്തിനെത്തുമ്പോൾ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. കലങ്ങി കുത്തിയൊലിച്ചു വരുന്ന പുഴയാണ് കണ്ട കാഴ്ച. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നീട് തെളിഞ്ഞപ്പോൾ പേടി മാറിയെന്നും ഡോണ പറഞ്ഞു. രാവിലത്തെ വെള്ളം കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വെള്ളം ചെറുതായിട്ട് കുറഞ്ഞു വരണ്ടായി. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. സപ്പോർട്ട് അപ്പുണ്ട്, അമ്മയുണ്ട്, വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യും, സ്കൂളിലെ ടീച്ചർമാര് സപ്പോർട്ട് ചെയ്യും. വൈറ്റ് വാട്ടർ കയാക്കിംഗ് വളരെ റിസ്ക് ആണെന്നും 2 മക്കളെയും നല്ല ട്രെയിനിംഗ് നൽകി വലിയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മാതാവ് പ്രിയ പറഞ്ഞു. ന്യൂസ് 18 മുക്കം. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തതോടെ റോഡിലെ കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടച്ചു. കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലാണ് പാലക്കാട് പട്ടാമ്പി പാലത്തിലെ റോഡ് തകർന്നത്. ഒരു കൊല്ലത്തോളമായിട്ടും കുഴിയടയ്ക്കാൻ നടപടി ഉണ്ടാകാതിരിക്കുകയും നിരവധി അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. ജീവൻ വേണമെങ്കിൽ അവനവൻ തന്നെ കുഴിയടയ്ക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു. കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലാണ് പട്ടാമ്പി പാലത്തിലെ റോഡ് തകർന്നത്. തൃത്താല ഭാഗത്തു നിന്ന് പാലത്തിലേക്ക് കടക്കുന്ന ഭാഗത്താണ് വലിയ തകർച്ചയുണ്ടായത്. സംഭവം വാർത്തയാവുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ അധികൃതർ താൽക്കാലികമായി കുഴിയടച്ചെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പഴയപടിയായി. ആഴത്തിലുള്ള കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം മരം കയറ്റി വന്ന ലോറി കുഴിയിൽ ചാടി ആക്സിലൊടിഞ്ഞതോടെ മണിക്കൂറുകളോളമാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായത്. ഇതിനു പുറകെ തുടരെ 2 ബൈക്കുകൾ കുഴിയിൽ ചാടി മറിഞ്ഞതോടെയാണ് കുഴിയടയ്ക്കാൻ നാട്ടുകാർ ഇറങ്ങിയത്. കൈക്കോട്ടും കൊട്ടയുമൊക്കെ സംഘടിപ്പിച്ച് കല്ലും പാറപ്പൊടിയും മെറ്റിലുമൊക്കെയിട്ട് കുഴികൾ അടച്ചു. അധികൃതരെ കാത്തിരിക്കാതെ ജീവൻ വേണമെങ്കിൽ അവനവൻ തന്നെ കുഴിയടയ്ക്കുന്നതാണ് നല്ലതെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങള് ഒരു ബൈക്ക് വീണ് അത് പൊട്ടിയിട്ട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ വേറെ ബൈക്ക് വീണു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെന്ന് മൊത്തം ഇവിടെ കിടക്കുന്ന മെറ്റലും അതേപോലെ കോറി വേസ്റ്റും ബേബി മെറ്റലൊക്കെ കൂടിയിട്ട് ഇവിടെ ഉള്ള ഈ കുണ്ട് താൽക്കാലികമായി തോർത്തുണ്ട്. ഇത് ഞങ്ങള് നാട്ടുകാർക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി ചെയ്തതാ. പട്ടാമ്പി മുതൽ കൂറ്റനാട് വരെ ഇതന്നെ അവസ്ഥ. അപ്പൊ ജനങ്ങളോട് പറയാനുള്ളത് ഇതൊന്നും PWD അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടപ്പെട്ട ഇതിന്റെ അർഹതപ്പെട്ട അതായത് ഇതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ചെയ്യില്ല. നമ്മുടെ മുന്നിലെ കുഴികൾ നമ്മൾ തോർക്കുക. എന്നാലേ ജനങ്ങൾക്ക് ഇതിനെ യാത്ര സുഖമായി ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രിയടക്കമുള്ള ജനപ്രതിനിധികൾ നിത്യേന സഞ്ചരിക്കുന്ന പാതയിലാണ് അപകട കുഴികളുള്ളത്. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തതോടെയാണ് നാട്ടുകാർ കുഴിയടയ്ക്കാൻ ഇറങ്ങിയത്. ഇതിപ്പോ നമ്മളിപ്പോ ഗവൺമെന്റോ അല്ലെങ്കിൽ PWO അവരൊക്കെ നോക്കി ഇപ്പൊ നടക്കുന്ന കാരണം മഴക്കാലാണ്. നമ്മൾ നാട്ടുകാർ ഇപ്പൊ ഈ പ്രദേശത്ത് ഞങ്ങൾ തോർത്ത് അതേമാതിരി മറ്റുള്ള പ്രദേശങ്ങൾ അതായ നാട്ടുകാരൊന്ന് രംഗത്തേക്ക് ഇറങ്ങിയ ഒരു 2-3 ദിവസത്തിന് ജനങ്ങൾക്കൊരു സൗകര്യമാവും എന്നാണ് നമുക്കത് പറയാനുള്ളത്. എന്തായാലും റോഡ് പണിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഈ മഴക്കാലം കഴിഞ്ഞാൽ റോഡിന്റെ കുണ്ടുകളെല്ലാം തൂർക്കും. ഇപ്പോ വർഷക്കാലമാണ്. വർഷക്കാലത്ത് ഇപ്പൊ നമ്മൾ എത്ര പൈസ ചെലവാക്കിയാലും പിന്നീട് അത് വീണ്ടും പഴയ ലെവലിൽ തന്നെ ആവുള്ളൂ. അപ്പൊ വേനലിൽ വന്നാൽ തന്നെ റോഡ് പണി നടക്കുള്ളൂ, അല്ലാതെ റോഡ് പണി. വെള്ളപ്പൊക്കത്തിൽ പട്ടാമ്പി പാലത്തിന്റെ നടുഭാഗവും റോഡിന്റെ പ്രതലവും തകർന്നിട്ടുണ്ട്. ഭാരവാഹനങ്ങൾ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം കുലുങ്ങുന്നത് തകർച്ചയ്ക്കിടയാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കുഴികൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ ഇന്നലെ ചരിഞ്ഞ കുട്ടി ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതായി വനം വകുപ്പ്. ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്ത് വെച്ചായിരുന്നു കുട്ടി ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ആനയുടെ വിവിധ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചതായും വനം വകുപ്പ് വ്യക്തമാക്കി. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ പുൽമേട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ കുട്ടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾക്കിടെ ആന ചരിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്തായിരുന്നു പോസ്റ്റ്മോർട്ടം. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലാബുകളിലേക്ക് അയച്ചതായി വനം വകുപ്പ് വ്യക്തമാക്കി. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പം അതിന്റെ വിവിധ ആന്തരികാവയവങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ മരണകാരണം കണ്ടെത്തുന്നതിന് വേണ്ടി. ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. കൂടുതൽ കാരണങ്ങൾ പരിശോധനയ്ക്ക് ശേഷം പറയാൻ കഴിയും. കുട്ടിയാനയുടെ ആന്തരികാവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായതാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. രോഗബാധയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിനിടയാക്കിയതെന്ന് അറിയണമെങ്കിൽ
വിശദ പരിശോധനാ ഫലങ്ങൾ ലഭിക്കണം. കുട്ടിയാന അവശനിലയിൽ കിടന്ന സ്ഥലത്ത് 2 വലിയ ആനകൾ നിലയുറപ്പിച്ചിരുന്നു. ആനകൾ മാറിയ ശേഷമാണ് വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് 18 ഇടുക്കി. വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത 85ന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ എടുത്തേക്കുമെന്ന് വിലയിരുത്തൽ. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാവൂ എന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയതായും മണ്ണ് നീക്കാൻ എക്സ്കവേറ്ററുകളാണ് ആവശ്യമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മലയിടിച്ചിലിൽ വലിയ അളവിലാണ് മണ്ണ് റോഡിലേക്കും താഴ്ന്ന ഭാഗത്തേക്കും ഇടിഞ്ഞെത്തിയത്. അപ്പുറമിപ്പുറം കാണാനാകാത്ത വിധം റോഡിലേക്ക് മണ്ണിടിഞ്ഞു. ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് സബ് കളക്ടർ VM ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തിയതായും സബ് കളക്ടർ അറിയിച്ചു. നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിന് ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അത് സാധാരണ നമ്മുടെ JCB ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് NHAI അധികൃതർ അതിൻ്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു 1-2 ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് NHAI അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങളെടുത്തേക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2018-ലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന് പരാതി. മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് ആരോപണം. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് 200-ലധികം ആളുകളിൽ നിന്നായി 25 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പണം തട്ടിയെടുത്തത്. ഡയാലിസിസ് സെന്റർ, മുച്ചക്ര വാഹന വിതരണം, വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഡെസ്ക്, ബെഞ്ച് മുതലായവയുടെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പേരിലായിരുന്നു പണം തട്ടിയെടുക്കൽ. ഇതിൽ 15 മുതൽ 20% വരെ ലാഭം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. പദ്ധതി പൂർത്തിയായി പരമാവധി 90 ദിവസം കൊണ്ട് പണം തിരിച്ചു കിട്ടുമെന്നായിരുന്നു ഉറപ്പ്. പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് പലരും പണം നൽകി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞിട്ട് ഏകദേശം 200-ൽ പരം ആളുകളിൽ നിന്ന് 25 കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പാർട്ടിയെ ഒതുങ്ങുന്നൊരു എമൗണ്ട് അല്ല. അപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞു ലീഗലായിട്ട് പോയിക്കോളി, നിയമപരമായിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പാർട്ടി ഏൽപ്പിച്ചു തരുന്നൊരു മെമ്പറാണ്. ഈ മെമ്പർ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മെമ്പറെ വിളിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നല്ലൊരു സൗഹൃദം ഉണ്ടാവും. ഈ സൗഹൃദത്തിന് പുറമെ ഈ ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതികളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിൽ അങ്ങനത്തെ പദ്ധതികൾ നടപ്പിലുണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങളിത് കൊടുത്തത്. നിലവിൽ 6 പേരാണ് SPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ 20-ലധികം പേർ പണം നൽകിയിട്ടുണ്ടെന്നും 25 കോടിയോളം രൂപ ഇവരിൽ നിന്നെല്ലാമായി TP ഹാരിസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. എല്ലാവരും വിളിച്ചിട്ട് വളരെ ഭീഷണി സ്വരത്തിലും മറ്റൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ഫണ്ട് തന്നെന്നൊക്കെ എനിക്കറിയാം. ആ ഫണ്ടൊക്കെ നിങ്ങൾ അതിന്റെ സോഴ്സ് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്നൊരു 200-ഓളം ആളുകൾ ഇന്ന് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ 6 പേരാണ് പരാതി കൊടുത്തത്. മുസ്ലിം ലീഗുകാർ തന്നെയാണ് ലീഗിന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ TP ഹാരിസിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. മക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസ് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ഗൾഫിലുള്ള TP ഹാരിസിന് കാനഡയിലേക്ക് കടക്കാനാണ് പദ്ധതിയെന്നും പരാതിക്കാർ പറയുന്നു. സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ. ന്യൂസ് 18 മലപ്പുറം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യം പുറത്ത്. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദച്ചാമി ആദ്യം പോയത് പുതിയ തെരുവ് ഭാഗത്തേക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു.
പാലോട് രവി ഉൾപ്പെട്ട ഫോൺ സംഭാഷണ വിവാദം അന്വേഷിക്കാൻ KPCC. വിവാദം അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. കോൺഗ്രസിൽ തമ്മിലടി ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണാൻ ശക്തമായ നേതൃത്വം KPCCക്കുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. KPCCയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു. സ്വാഭാവികമായിട്ടത് പരിശോധിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതികരിക്കൂ. സത്യത്തിൽ തമ്മിലടി വളരെ കുറഞ്ഞൊരു കാലത്താണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. ഇപ്പം ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ പാർട്ടിക്കകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവില്ല. പാലോട് രവി രാജിവെച്ചതോടെ തിരുവനന്തപുരം DCCയുടെ താൽക്കാലിക അധ്യക്ഷനായി N. ശക്തൻ ചുമതലയേറ്റെടുത്തു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ എല്ലാ കോൺഗ്രസുകാരുടെയും പ്രവർത്തനത്തെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ഈ 4 വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം DCCക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. എൽദോപ്പോൾ പുതുശ്ശേരി ചേരും.